ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. LDF അധികാരം പിടിക്കും, വൻ ഭൂരിപക്ഷമുണ്ടാവില്ല. MA ബേബി. കേരളത്തിൽ LDF അധികാരം പിടിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളോട്. വൻ ഭൂരിപക്ഷമുണ്ടാവില്ല, എന്നാലും ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ലഭിക്കും. UDFിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വെറുതെയാണ്. 2021 ഇതുപോലെ ചർച്ചകൾ നടന്നതാണെന്നും MA ബേബി പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുന്നു. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തുവാൻ ദേവസ്വങ്ങൾ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര ദുരന്തത്തിൽ പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 10 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. തിരിച്ചറിയുവാൻ ആകാത്ത ഒരു മൃതദേഹത്തിന്റെയും മറ്റ് മൃതദേഹ ഭാഗങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പരമാവധി 4 ദിവസം കൊണ്ട് DNA പരിശോധന പൂർത്തിയാക്കുവാനാണ് ശ്രമിക്കുന്നത്. വയനാട് മീനങ്ങാടിയിൽ വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ. വയനാട് മീനങ്ങാടിയിൽ വീണ്ടും കടുവ സാന്നിധ്യം. അരിമുള റോഡിലാണ് കടുവയുടെ കാൽപ്പാടുകൾ പലയിടങ്ങളിലായി കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പ്രദേശവാസി കടുവയെ നേരിട്ട് കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് പലയിടത്തും കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ആശങ്ക നിലനിൽക്കുന്നത്. വനംവകുപ്പ് സ്ഥലത്തെത്തി ജീപ്പുകളിൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. രാത്രി 9 മണിയോടെയാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥർ തിരച്ചിൽ തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം, ചർച്ചയ്ക്കും ധാരണയ്ക്കും തുടർന്നും തയ്യാർ. ഇറാൻ പ്രസിഡന്റ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ. ചർച്ചയ്ക്കും ധാരണയ്ക്കും തുടർന്നും തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. നാവിക ഉപരോധവും ഭീഷണികളും വാഗ്ദാന ലംഘനവുമാണ് ചർച്ചകൾക്ക് തടസ്സമാകുന്നതെന്നും പെസഷ്കിയാൻ. ലോകം ട്രംപിന്റെ കപടവാക്കുകളും അവകാശവാദങ്ങളും പ്രവർത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യം കണ്ടുകൊണ്ടിരിക്കുന്നെന്നും പെസഷ്കിയാൻ. ദൃശ്യം 3 OTT കരാർ താൽക്കാലികമായി വിലക്കി ഡൽഹി ഹൈക്കോടതി. ദൃശ്യം 3 OTT കരാർ താൽക്കാലികമായി വിലക്കി ഡൽഹി ഹൈക്കോടതി. ആശീർവാദ് സിനിമാസിനെതിരെ ആമസോൺ പ്രൈം നൽകിയ ഹർജിയിലാണ് നടപടി. 2020 ആശീർവാദ് സിനിമാസുമായി ആമസോൺ കരാറിൽ ഏർപ്പെട്ടിരുന്നതാണ്. എന്നാൽ ആശീർവാദ് സിനിമാസ് ഏകപക്ഷീയമായി കരാർ അവസാനിപ്പിക്കുകയും മറ്റൊരു പ്ലാറ്റ്ഫോമുമായുള്ള കരാറുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് ആമസോൺ പ്രൈം കോടതിയെ സമീപിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ വീട്ടിലെ കിടപ്പുമുറിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ വീട്ടിലെ കിടപ്പുമുറിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ശംഖുപരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. പാമ്പിനെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് തല്ലിക്കൊന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പ്രദേശത്തെത്തി പാമ്പുകളെ തുരത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വീടിനുള്ളിൽ ഇനിയും കൂടുതൽ പരിശോധന നടത്തേണ്ട സാഹചര്യമാണുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രദേശത്തെത്തി പരിശോധനകൾ ആരംഭിക്കും. പ്രധാനമന്ത്രിക്കെതിരായ തീവ്രവാദി പരാമർശം, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ തീവ്രവാദി പരാമർശത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 24 മണിക്കൂറിനകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.